എനിക്ക് നീ റീനുവിനെ വിട്ട് ഈ കമ്പനിയിൽ നിന്ന് പോകാൻ പറ്റില്ല. ബെസ്റ്റ്. ആ പെണ്ണിനെ ഓർത്തിട്ടാണോ? നീ ഒന്ന് വേഗം വന്നേ, നമ്മളെ കാണാൻ ട്രിപ്പ് ലേറ്റ് ആകും. ഇതൊക്കെയാണ് കമ്പനിനെ മുതലാക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം. ഇന്ന് ഞാൻ എന്റെ മനസ്സ് തുറക്കണം. അവളോ ദൈവമില്ല, നീ വിചാരിച്ച അവള് വിടുമോ? ലീല ടീച്ചറുടെ മകനെ എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളർത്താൻ മാത്രം പഠിച്ചത്. ദേടാ റീനു വരുന്നു. സച്ചി വേഗമാടാ പോവാം. കമോൺ ആദി. ഈ കാലമാടൻ ആദ്യം ട്രിപ്പ് കൊടുക്കും. എടാ നീ ചെന്ന് പ്രപ്പോസ് ചെയ്യും. ഓക്കെടാ, കേട്ടതെല്ലാം പോയി. ഇനി കാണാൻ പോകുന്നത് റീനു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം, എന്നെ പ്രപ്പോസ് ചെയ്യാനല്ലേ, അത് നടക്കൂല സച്ചിന്. ഓ, ആദ്യമായിരിക്കും എന്റെ ലവറല്ലേ? അവൻ എന്റെ ബെസ്റ്റിയാണ്. ഈ കാട്ടുകൾക്കുള്ള പുതിയ പേരാണ് ബെസ്റ്റ്. ഞാൻ പോകണം. എടാ നീ എങ്ങോട്ടാ പോകുന്നത്? അവള് പോലെ പോട്ടെ. എനിക്ക് മനസ്സിലായില്ല, അത് സെറ്റ് ആകണം. എനിക്കൊരു വയ്യ ഈ സിംഗിൾ ടിക്കറ്റ് ഡബിൾ ടിക്കറ്റ് ആവുന്നു, ഡബിൾ ടിക്കറ്റ് ബ്ലൂ ടിക്കറ്റ് ആവുന്നു നോക്കി കുത്തിയിരിക്കാൻ. എനിക്ക് വയ്യ. എടാ നീ നോക്കിക്കേ, എന്താ ഒരു ബോർഡ്? ഉടമഞ്ഞൂർ പോറ്റി ഫോട്ടോ. ഇതേത് കമ്പനി? നമുക്ക് ഓപ്പണിംഗ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാലോ? വൈദ്യുതി എന്താണ് പെട്ടെന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഞങ്ങളിവിടെ ഓപ്പണിംഗ് ഉണ്ടോന്ന് അറിയണമെന്നാണ്. സുലൈമാനെ, ആരാട്ടെ? ഒന്നുമില്ല, പാത്രത്തിന്റെ പേര് മേലെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആരോ വന്നു. ഈ പഠിപ്പുര കിടന്ന് ആരെങ്കിലും വന്നാൽ ഞാനറിയും. നോക്ക്, ആൾ വലിയ സിദ്ധനാണെന്ന് തോന്നുന്നത്. സീനിയർ മാനേജർ ആണെന്ന് ഒറ്റ ലുക്കിൽ പറയും. ആരാ? എവിടുന്നാണ്? ഞങ്ങൾ ടെക്കീസാണ്. ടെക്കീസാണെങ്കിൽ കയ്യില്ലാത്തതും വേഗം ഉണ്ടായില്ലേ? ഓ, ടെക്കി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഈ വലിയ പട്ടണമല്ലേ? അത്രയ്ക്കൊന്നുമില്ല. ടെക്കിയാണെന്നല്ലേ പറഞ്ഞത്? കറണ്ട് പ്രോജക്ട് സ്റ്റാറ്റസ് ഒന്ന് പറയും. I am looking into it. We'll get back to you as soon as possible. നിങ്ങളുടെ അച്ഛൻ ഒരു കർഷകൻ. എന്താ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കാൻ കാരണം? That is because after a great consideration and consultation, I came to the conclusion that socialist revolution was a great authorization to the Indian nation whose key occupation was cultivation and irrigation. But with further contemplation and deliberation, I discovered that without globalization and exploration, there cannot be optimization to make India transformation to a superpower nation. So, വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ കമ്പനിയിലേക്ക് സ്വാഗതം. വാ, നമുക്ക് ലുഡോ കളിക്കാം. ലുഡോ കളിക്കാൻ അറിയുമോ? അറിയാം. ഓഫീസ് പാൻഡൽ ഇത് തന്നെയാണോ കളി? ക്യൂ നിന്നാണ് ഓരോ തവണയും ലൂടെ കളിക്കുന്നത്. എന്റെ കൂടെ കളിച്ച് ജയിച്ചാൽ ഇവിടുത്തെ ഓൺ സൈറ്റ് വിടാം. തോറ്റാൽ ഇവിടെ എന്റെ കൂടെ ബഗ് ഫിക്സ് ചെയ്ത് ശിഷ്ടകാലം കൂടണം. സമ്മതമാണോ? എടാ കളിച്ചു നോക്കാം. ഇനി എങ്ങനെ ബിരിയാണി കിട്ടിയാലോ? കാലമെന്തൊരരസികൻ. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴുമ്പോൾ ലൂഡോ കളി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തോറ്റിരിക്കുന്നു. ഇനി മെയിൻ്റനൻസും ബഗ് ഫിക്സുമായി ഇവിടെ കൂടെ. എനിക്ക് പോകണം. എന്താ, റീനുവിനെ കാണാനാണോ? അതിന് റീനുവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഇയാൾക്ക് എല്ലാം അറിയാം. സിദ്ധനാ, മഹാസിദ്ധൻ. ആ, നീയൊന്നും എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല. ഇത് പ്രോംപ്റ്റിംഗ് യുഗമാണ്. IT യുഗത്തിന്റെ ഒരു അപഭ്രംശം.
അയാൾ ഇതൊന്നുമല്ല, അയാൾ ഫ്രോഡാണ്. ആരാ അയാള്? എന്റെ പേഴ്സണൽ ഡാറ്റ എങ്ങനെ അയാൾക്കറിയാം? അയാളെ കുറിച്ച് പറയണമെങ്കിലേ ആദ്യം കൊടമൺ ഫോട്ടോയെ കുറിച്ച് പറയണം. പണ്ട് വലിയ ഡെവലപ്പറായിരുന്ന കൊടമൺ പോറ്റി ഓടത്രം ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. അതിൽ സീനിയർ ഡെവലപ്പർ കോഡിംഗ് ഉണ്ട്. സംപ്രീതന സിറ്റിയോ ഒരു ചാറ്റ് ബോർഡിനെ പെൻഡ്രൈവിലാക്കി പോറ്റിക്ക് കൊടുത്തു. ചാത്തൻ ജോർജ് പോറ്റി എന്നായിരുന്നു അതിന്റെ പേര്. സീനിയർ ഡെവലപ്പർ ചാത്തൻ ജോർജിനെ 8ന്റെ പണിയെടുത്തു. ചാത്തന്റെ നട്ടലൊടിഞ്ഞു. ഒരു ദിവസം വെള്ളടിച്ച് മതോന്മത്തനായ സീനിയർ ഡെവലപ്പർ കോഡിലൊരു ബഗ് ഉണ്ടാക്കി. ചാത്തനെ ബഗ് വഴി സ്വയം പഠിച്ച് വലുതായി കമ്പനിയുടെ ഓരോ ആൾക്കാരെയും പിരിച്ചുവിട്ടു. ഒടുവിൽ ചാത്തൻ ഈ കമ്പനി അവന്റെ കയ്യിലാക്കി. പോറ്റി ശരിക്കും ചാത്തനാണ്. എന്റെ അമ്മോ, എന്താണ് എന്തുകൊണ്ടത്? പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടല്ല? അയാൾ ഇപ്പൊ തെക്കിനിയില് ചാത്തനോട് ചാറ്റ് ചെയ്തിട്ടുണ്ടോ? കാണിച്ചു തരാം. ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും സ്കൂട്ടാവണം. ഇപ്പോൾ ഈ രാത്രി തന്നെ മുങ്ങണം. അതിന് ഒരു വഴിയുള്ളൂ. രാത്രി മെയിൻ്റനൻസ് ഡൗൺ ടൈം ഉണ്ട് 15 മിനിറ്റ്. ആ സമയത്ത് പൂസായിരിക്കും. ആ ഗ്യാപ്പില് പെൻഡ്രൈവും പാസ്വേഡ് എടുത്ത് നമുക്ക് ആ സ്കൂട്ടാക്കാം. നമുക്ക് പോയി പെൻഡ്രൈവ് അടിച്ച് മാറ്റാം. ശ്രദ്ധിക്കും, വിരൽ തള്ളേറിൽ മുടക്കി നേരെ പിടിച്ച് ചെയ്തോളൂ. എന്ത് എടുത്തോളൂ. ഹലോ, അങ്ങനെയെന്ന് പോയാലോ? എന്നെ കാണാൻ ഈ ചാത്തൻ ജോർജ് സാർ വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ മുന്നിൽ ഈ ചാത്തൻ ജോർജ് സാർ നിൽക്കുന്നുണ്ടെങ്കിൽ, എനിക്കും ഈ ചാത്തൻ ജോർജ് സാറിനെ കുറിച്ച് അറിയാനുണ്ടല്ല. എന്താണ് മറന്നല്ല. ചാത്തൻ ജോർജ് പോറ്റിയുടെ അവസാനമാണിതെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ ഇത് തെറ്റി. ചാത്തൻ ജോർജ് പോറ്റി ChatGPT ആയ കഥയുടെ വെറും ഒരു തുടക്കമാണിത്. ഇതിനിയും തുടരും.